ചെലവഴിക്കുന്ന തുകയ്ക്ക് വല്ല കണക്കുണ്ടോ? മനുഷ്യ ജീവനാണോ മൃഗങ്ങളുടെ ജീവനാണോ? ഒറ്റ കാര്യം ഈ കോട്ടപ്പടി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന റെമഡീസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഈ റെമഡീസ് നടപ്പിലാക്കണം. അതൊരിക്കലും ഈ പറയുന്ന നമ്മുടെ ജനപ്രതിനിധികളൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. പക്ഷെ ട്രെഞ്ച് അല്ലാണ്ട് വേറൊരു മാർഗം പോലും നിലവിലെ സാഹചര്യത്തില് കോട്ടപ്പടിയിലോ സമീപ പഞ്ചായത്തിലോ ഇല്ല. കാരണം ഇപ്പൊ പഞ്ചായത്തിന്റെ ഇവരുടെ പല പദ്ധതിയും വരുന്നുണ്ട്. ഹാങ്ങിങ് ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഈ പറയുന്ന 1-2 സ്ഥലങ്ങൾ അത് വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിജയിച്ച സ്ഥലങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഹാങ്ങിങ് ഫെൻസുകൾ എപ്പോഴും അതൊരു വിജയകരമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആന തന്നെ അത് തള്ളിയിട്ട് കളയും. അപ്പൊ അതൊരു ഈ പറയുന്ന ജനപ്രതിനിധികൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ വേസ്റ്റ് ലെവൽ ഗ്രാമസഭ മുതൽ മേളിലേക്ക് ഈ പറയുന്ന റെമഡീസ് മാറണം. കാരണം കാടിറങ്ങുന്ന മൃഗങ്ങള് ഒരിക്കലും വന്യത അതിനുണ്ടാവില്ല. കാരണം ഞാൻ വനത്തിൽ മൃഗങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉള്ളിൽ ഈ പറയുന്ന സൈലന്റ് വാലിയുടെ ഉള്ളിൽ തന്നെ 7 ദിവസം 8 ദിവസം ക്യാമ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മളൊരു മൃഗം കണ്ടു കഴിഞ്ഞാൽ അത് ഷൈ അനിമൽ എന്നാ പറയുന്നത്. ഈ കടുവ ഈ പറയുന്ന അതിന് ശരിക്കും നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഈ പറയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരെല്ലാം പോകുന്നത് ഓരോരോ സഫാരി ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന മുതുമലയൊക്കെ സഫാരി ചെയ്തെടുക്കുന്ന ഫോട്ടോസാണ് കൂടുതലും. അല്ലാണ്ട് കാട്ടിൽ കയറി ഫോട്ടോ എടുക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു ടെക് സെക്കൻഡ് കൊണ്ട് ആ സാധനം നമ്മൾ പാസ് ചെയ്ത് പോകും. അപ്പൊ ഈ സ്വാഭാവികമായിട്ടുള്ള വനമേഖല തിരിച്ചു വരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു മാർഗം. നമുക്ക് പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ ചെയ്യാം. ഒരു ആനയുടെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയും. ആ സ്ഥലം മുറിഞ്ഞു പോയി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾക്ക് ഒരു ആനയുടെ അതിന്റെ ആയുസ് കാലഘട്ടത്തിൽ അത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ട്രക്ചറിൽ ട്രാവൽ ചെയ്തിട്ട് വരുമെന്നാണ് ഇതിന്റെ ചരിത്രം പറയുന്നത്. ഇതിന്റെ ഇടയിൽ വെച്ച് മുറിഞ്ഞേക്കുവാണ്. അതാണ് ഈ 2 സൈഡിലും കൂടുതലും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതൊന്നും ഗവൺമെന്റോ വേറൊരാളോ പുറത്തുവിടില്ല. അവർ തന്നെ കണ്ടെത്തിയ കാരണങ്ങളാണ്. ഒപ്പം മറ്റൊരു സംശയം കൂടി ചോദിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ, ഇതിപ്പം ഇത് കടുവയായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ആനയായിക്കോട്ടെ, അവർ ഈ നാട്ടിലെ ഒരു ഭക്ഷണത്തിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്ക് അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത അതിന് തയ്യാറാവത്തില്ല. ഒപ്പം തന്നെ ഈ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലത്തെ ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആ സമയത്തല്ലേ അവർ കൂടുതൽ വന്യമായിട്ടുള്ള അവരുടെ ഒരു സ്വഭാവം പുറത്തെടുക്കുന്നത്. അതെ, കറക്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കൂടുതലും നമ്മൾ പിടിക്കുക പുലിയാണ്. ഇവിടെ നമ്മൾ ഈ മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് പുലിയാണ്. കാരണം വീട്ടിൽ കെട്ടിരിക്കുന്ന പട്ടി, ആട്, ഈ കോഴീനെ പിടിക്കൽ വളരെ കുറവാണ്. കോഴിനെ അറ്റാക്ക് ചെയ്യുള്ളൂ. പക്ഷെ ആ പട്ടീനെയാണ് ഏറ്റവും കൂടുതൽ പിടിക്കുക. അതിന് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഇതിന്റെ അടുത്ത് കിട്ടുമ്പോൾ ആയാസമില്ലാണ്ട് അത് ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. കൂടുതലും പിന്നെ ഈ പറയുന്ന വൈൽഡ് ലൈഫിൽ ഈ പറയുന്ന പുലി അല്ലെങ്കിൽ കടുവ തുടങ്ങിയുള്ള സാധനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോഴാണ് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങുക. കാരണം അതിന് ഓടാനുള്ള വേട്ടയാടാനുള്ള ഒരു കപ്പാസിറ്റി ടെറിട്ടറി. കാരണം പിന്നെ ടെറിട്ടറിക്ക് പുറത്തു വരുന്നതാണ്. ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ മാത്തുചാട്ട വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ പുലിയുടെ പിന്നെ അറിവൊന്നുമില്ല. ആ പുലി അറ്റാക്ക് ചെയ്തു. പിന്നെ കുറച്ച് അറിവ് പുലി ആരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പുലി അറിവൊന്നുമില്ല. ചേച്ചിനെ ആക്രമിച്ച പുലി അപ്പൊ അച്ഛനവിടെ വന്ന ഒത്തിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഫോറസ്റ്റുകാർ വരെ പേടിച്ചു പോയി. അച്ഛന്റെ ധൈര്യം. അച്ഛൻ നമ്മള് സാധാരണ രീതിയിൽ പറയുമ്പോലെ ചീത്തയല്ലാത്ത ആത്മ പറഞ്ഞിട്ടുണ്ട് എല്ലാം. അപ്പൊ എല്ലാരും അച്ഛനെ പറ്റി അച്ഛനെന്താ ഇത്ര ധൈര്യത്തിൽ അവരോട് പറഞ്ഞെന്ന് ചോദിച്ചു. അച്ഛനും പറയാലോ, ഞങ്ങൾ പറഞ്ഞോട്ടല്ലോ. അപ്പൊ ഫോറസ്റ്റുകാര് ഉടനെ അവിടെ കൊണ്ടുപോയി വലയൊക്കെ വെച്ചു, അല്ല കൂടൊക്കെ വെച്ചു. ഒരു പ്രയോജനം ഉണ്ടായില്ല. പുലി അത് കഴിഞ്ഞ പാണിയേലി ചെന്നിങ്ങനെ കേട്ടു. പിന്നെ പുണിയെ കണ്ടിട്ടില്ല. പിന്നെ ആ പുലിനെ കണ്ടിട്ടില്ല. എതിൽ പോയെന്ന് അറിയാനും പാടില്ല. അതിലേക്ക് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ കൂട് വെച്ച് കഴിഞ്ഞപ്പോ ഈ നമ്മുടെ മാത്യുചോണ്ടി വീടിന്റെ മേളില് 2 കൂട വെച്ചത്. ഞങ്ങൾ രാത്രി ഒരു 11 മണിക്ക് ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ 2-3 മാധ്യമ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ വിളിക്കുകയാണ്, സാർ എങ്ങനെ തീറ്റ വെച്ചിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു തീറ്റ വെച്ചിട്ടുണ്ട്. കോൾ റെക്കോർഡൊക്കെ നമ്മുടെ അടുത്തുണ്ട്. 2ാമത്തെ ദിവസം നമ്മൾ വിളിക്കുകയാണ്, സാർ തീറ്റ വെച്ചിട്ടുണ്ടോ? അന്ന് രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ 3 പേരുള്ളൂ. ഞങ്ങൾ ചെറിയ ടോർച്ചായിട്ട് കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലതാണ്. ഇവർ ആ കൂട്ടിൽ തീറ്റ വെച്ചിട്ടില്ല. അതിന്റെ ഒരു വീഡിയോ ഉൾപ്പെടെ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം വനം വകുപ്പ് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അവിടെ തീറ്റ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ കൂടിനടുത്തേക്ക് ആരും പോവില്ല. പക്ഷെ ഇത് നമ്മുടെ അടുത്ത് വേറൊരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെന്ന വീഡിയോ എടുത്ത് നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു അഴിമതിയുടെ കഥ കൂടി ഇതിനകത്തുണ്ട്. നമ്മള് പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ പിടിക്കാൻ വേണ്ടി ഈ സർക്കാർ ചെലവഴിക്കുന്ന തുകയ്ക്ക് വല്ല കണക്കുണ്ടോ? ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ചിന്നക്കനാലില് ഈ സാധനത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 30-ാം തീയതി പുറത്തു വന്ന മാധ്യമ വാർത്തകൾ അനുസരിച്ച് 80 ലക്ഷം രൂപയാണ് ഈ അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുക.
ഒന്ന് ഓർത്ത് നോക്കിക്കേ, കേരളം പോലെ ഇപ്പോഴും സ്വസ്ഥമായിട്ട് കിടക്കാൻ വീടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരൊറ്റ ആനയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുന്ന തുകയുടെ വലിപ്പമാണ്. ഈ അരിക്കൊമ്പം പോലെ തന്നെയാണ് ഈ പറയുന്ന മേലൂർ മഗ്നയ്ക്കും അതുപോലെയുള്ള PM2 ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ആനയ്ക്ക് വേണ്ടി തന്നെയാണ് ചെലവഴിക്കപ്പെടുക. ഇതിനിടയിലുള്ള ഇടയ്ക്ക് ഇതിന്റെ പേരിൽ കമ്മീഷൻ ഒത്തിരി പോകുന്നുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പോകുന്നുണ്ട്, പലതരത്തില് ഈ പൈസ ദൂർത്തടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യജീവികളെ ഉപയോഗിച്ചുകൊണ്ട് വല്ലാത്ത ഒരു ജൈവ ആയുധം പോലെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ കൃഷിക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ എന്ന പേരിൽ ഒരുപാട് പൈസ ചെലവഴിക്കും. ആ വന്യജീവി ആക്രമണത്തിൽ ഇരയാകുന്ന ആൾക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ വേണ്ടി സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല. ഒരാളെ ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാല് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ധർമ്മം വാങ്ങാൻ വേണ്ടി പോയി നിൽക്കുന്ന പോലെ കുടുംബാംഗങ്ങൾ പോയി ഇവന്റെ കാരുണ്യം തേടി നിൽക്കേണ്ട ഒരു ഗതികെട്ട ഒരു നിയമ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മരപ്പെട്ടിയുടെ ശല്യം മൂലം ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ പൈസ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു വലിയ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ അടുത്ത പ്രദേശത്ത് നമ്മുടെ പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ബെന്നി എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അയാളുടെ കയ്യിൽ ആന കയറി ചവിട്ടി അരച്ചു കളഞ്ഞു. ആ മനുഷ്യന് വേണ്ടി സർക്കാർ ആകെപ്പാടെ കൊടുത്തത് 1,25,000 രൂപയാണ് അയാൾക്ക് ആകെപ്പാടെ ചികിത്സാ സഹായമായിട്ട് കൊടുത്തത്. അതും പുറകെ നടന്ന് കരഞ്ഞ് വാങ്ങിച്ചിരുന്ന അവസ്ഥയാണ്. ഏതാണ്ട് 8 ലക്ഷം രൂപയിൽ കൂടുതൽ ഇയാൾക്ക് ചികിത്സാ ചെലവായി. ഇതൊക്കെ ആർക്ക് കൊടുക്കാനാ? എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ സർക്കാർ ചെലവഴിക്കും. ഒരു കണക്കുമില്ല, ഒരു രേഖയില്ല. അതുപോലെ ഇഷ്ടം പോലെ പൈസ ചെലവഴിക്കാനുണ്ട്. അന്നേരം ആരും പറയുകയില്ല ഇവിടെ ഫണ്ടില്ല എന്ന് ആരും പറയുകയില്ല. സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം ശമ്പളം മുടങ്ങി. നമ്മൾ കേട്ടായിരുന്നോ അരിക്കൊമ്പന് പറയാൻ പോകാൻ ഫണ്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും മന്ത്രിയെ നമ്മൾ കണ്ടായിരുന്നോ? PM2 പറയാൻ പോകുമ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടായിരുന്നോ? അതുപോലെ മേലൂർ മഗ്ന എന്ന് പറയുന്ന വയനാട്ടിലെ ആനയുടെ പുറകെ എത്ര ദിവസം നടന്നു, എത്ര ലക്ഷം പൊടിച്ചത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഫണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നോ? ഇതൊക്കെ വലിയൊരു മാഫിയാണ്. ശരിക്കും പറഞ്ഞാല് സർക്കാരിനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വന്യജീവി പരിസ്ഥിതി മാഫി ഇന്ന് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളത്തിലുള്ള ഈ കർഷക ജനതയെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ മാഫിയ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഏറെ താമസിയാതെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം കാരണം ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. എന്ന് 10 ലക്ഷം രൂപ കടവില്ലാണ്ട് കൈ കിട്ടിയാലോ ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരെ ഉപേക്ഷിച്ചു പോകും. കോട്ടപ്പടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുർബാനപ്പാറ എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ന് പൂർണ്ണമായിട്ടും ഇന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞു. ഏറെ താമസിയാതെ പ്ലാമ്പടിയിലേക്ക് എത്തും. അതുപോലെ പല പ്രദേശങ്ങളും ഇതുപോലെ ഇല്ലാതായി കഴിയും. അങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ ഗ്രാമങ്ങളെ ഇല്ലാതാക്കി അതെല്ലാം വനമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കേരളത്തില് ഇപ്പൊ 4%, 2017 ശേഷം 4% വനം വർദ്ധിച്ചു എന്നും ഇനി 4% വർദ്ധിക്കേണ്ടതുണ്ടെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നാൾ പ്രസ്താവന ഇറക്കി. ഈ 4% കടന്ന ഈ നാട്ടിലെ കൃഷിക്കാരനെ അവിടെ നിന്ന് ഇറക്കി വിട്ടുണ്ടാകുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. കാരണം ജീവനേക്കാൾ വലുതല്ല സ്ഥലം എന്ന് പറയുന്നത് കൊണ്ട് ജീവൻ പേടിച്ച് ആൾക്കാർ ഉപേക്ഷിച്ച് പോകുമ്പോൾ സർക്കാർ അങ്ങോട്ട് കയ്യേറും. നമുക്കറിയാം ഇവിടെ പോയിക്കൊണ്ടിരുന്ന ആലുവ മൂന്നാർ രാജപാത എന്ന് പറയുന്ന പൈതൃകമായ പാത ഇന്ന് സർക്കാർ അത് കയ്യേറി കഴിഞ്ഞു, വനമായിട്ട് മാറ്റി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന വനവിസ്തൃതിയാണ് ഇന്ന് ഈ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നതും ജനങ്ങളുടെ മേലുള്ള വലിയൊരു ചൂഷണമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ശ്രീ സന്തോഷിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് അങ്ങ് പ്രദാനം ചെയ്യുന്ന ഒരു പ്രദേശം വളരെയധികം വന്യമൃഗ ശല്യം കൊണ്ട് രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒറ്റയ്ക്ക് അങ്ങേക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്? പ്രത്യേകിച്ച് വനവകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിസ്സംഗത അത് എത്രത്തോളം ഉണ്ട്? സത്യം നിലവിൽ പറഞ്ഞ ഒരു ഫോറസ്റ്റിന്റെ അതിരയില് ഒരു വാർഡ് മെമ്പർ ആവരുന്ന ഒരു അഭിപ്രായക്കാരനാണ്. ഫോറസ്റ്റ് ഒരു 20 വർഷത്തിന്റെ അടുത്തായി ആന ശരിക്കും നമ്മുടെ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ കോട്ടയം പഞ്ചായത്തില് 1-ാം വാർഡും 4-ാം വാർഡും 3-ാം വാർഡും അങ്ങനെ 3 വാർഡിലായിരുന്നു ഇത് ആദ്യം ആനശല്യം ഉണ്ടായിരുന്നത്. അന്ന് ബാക്കി അവിടെ നിങ്ങളൊരു ബാക്കി ആളുകൾക്ക് അത്ര പ്രശ്നമാക്കിയില്ല എല്ലാവരും. പക്ഷെ ഇപ്പൊ ഒരു 10-15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാ വാർഡിലും കോട്ടപ്പടി വരെ ആന എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിനൊരു ചൂടായിരുന്നത്. അടുത്ത കാലത്താണ് ഇതൊരു ചൂടാവാൻ കാരണം ആന എല്ലാ ഭാഗത്തും എത്തിയായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡുകാര് തന്നെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞ നിലവില്
സ്വാഭാവികമായ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടപ്പാറ റിസർവിലില്ല, പ്ലാന്റേഷനാണ് മൊത്തം. അക്യൂച്ച, തേക്ക്, അങ്ങനെ മൊത്തം പ്ലാന്റേഷനായി. നിലവില് ആദ്യം ഈ ആന വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ അക്യൂഷ്യ വെട്ടിപ്പോയിട്ടോ, കുറെ അക്യൂഷ്യ മുറിച്ചു പോയി. അപ്പൊ ഈ ആന ശരിക്കും ഒരു 6-7 മണിയാകുമ്പോഴുള്ളില് ഈ അക്യൂഷ്യ ഈ വീടിന്റെ അടുത്ത്, അതായത് ഫോറസ്റ്റിന്റെ അതിരേല് വന്ന് ഈ അക്യൂഷ്യ അക്യൂഷ്യയുടെ തൊലി തിന്നുകൊണ്ടാണ് ആന തിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ വെട്ടിപ്പോയോണ്ട് ഇപ്പൊ ആനയ്ക്ക് ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയായി. വനത്തില് വെള്ളമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രദേശത്ത് ഇപ്പൊ നിലവിൽ പറയാൻ ഒരു പ്ലാവ് വരെ ഇല്ലാത്ത അവസ്ഥയായി. നമ്മുടെ ഒരു വാർഡില് വല്ല ചെറിയ പ്ലാവ് വരെ വെട്ടിക്കളയുക. കാരണം വെച്ചാൽ ആന വന്ന് ശല്യം ചെയ്യണ കാരണം എല്ലാവരും ചെറിയ പ്ലാവ്, വാഴ ഇല്ലാത്തൊരവസ്ഥ. ശരി ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഫോറസ്റ്റിന്റെ അതിരെ താമസിക്കുന്ന ഈ 3 വാർഡിനുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകൾക്കൊക്കെ ഈ വന്യജീവികളെ തുരുത്തുവാൻ, അല്ലെങ്കിൽ ഈ നാട്ടിലിറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ തുരുത്തുവാൻ കൂടുതലൊരു അധികാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി അടിയന്തരമായിട്ട് പ്രാബല്യത്തിൽ വരുത്തേണ്ടതല്ലേ? പഞ്ചായത്തൊക്കെ കറക്റ്റായിട്ട് വിനിയോഗിച്ചാൽ മാത്രമാണ് ഇത് നടക്കുള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴാണ് ഇതൊന്ന് ആക്റ്റീവ് ആയത്. മറ്റത് 3 വാർഡിനകത്തും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ വാർഡിലും അത്യാവശ്യമായി. ഇപ്പൊ ജനങ്ങളെല്ലാം ഇതിന് പ്രതികരിക്കാനായി. കർഷകരുടെ വേദന മറ്റുള്ളവർക്ക് മനസ്സിലായി. ഇപ്പോഴാണ് ഇതിനോടൊരു പ്രതികരണം വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലങ്ങളിലായി. പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബന്ധപ്പെടുന്നത് അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറിനെ ആയിരിക്കും, വാർഡ് മെമ്പറിനെ ആയിരിക്കും. അപ്പോൾ വാർഡ് മെമ്പർ പിന്നീട് ഈ വനംവകുപ്പിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നിസ്സംഗത മനോഭാവം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഭാഗത്തു നിന്ന് പറഞ്ഞ ആകെ ഇതിൽ വന്നത് ഈ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. വൈകുന്നേരം വന്നത് അതില് വന്നത് ഒരു 2 പേരുണ്ടാവുള്ളൂ. അവരുടെ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ ആയുധം ഉണ്ടാവും, പടക്കം ഉണ്ടാവും. അതും ഭയങ്കര ശല്യം തന്നെ. ഈ ശരിക്കും പറഞ്ഞ പടക്കം പൊട്ടിക്കാണ് ഏറ്റവും ശല്യം. അപ്പൊ അവര് പടക്കം പൊട്ടിക്കും, ആന പോവും. പിന്നെ ഇപ്പൊ ആന എന്റെ വാർഡിൽ തന്നെ 2 പേരെ ചവിട്ടിയിട്ടുണ്ട്. ഒരു 3 വർഷത്തിനുള്ളിൽ 2 പേരെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു റബ്ബർ ടാപ്പിംഗുകാരനെ, അതൊരു ആനവാച്ചൻ, അവർ 2 പേരെ ചവിട്ടിയിട്ടുണ്ട്. ഒരു 1.5 മാസക്കാലം അവർ ചികിത്സയിലാകും. പിന്നെ 2 വീട്ടിൽ കയറി ആന ആക്രമിച്ചിട്ടുണ്ട്. ഒരു കാർ കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ വാർഡിലുണ്ട്. പിന്നെ ഇപ്പൊ ജനങ്ങള് ആദ്യം വന്നപ്പോ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ജനങ്ങൾ ആ ഭാഗത്തേക്ക് ജനങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു പോയി. പിന്നെ പൊരുത്തപ്പെടാതെ വരുന്നത് ഇങ്ങനെ ടൗണുകളിലേക്ക് വരുമ്പോഴാണ് ഇനി പൊരുത്തപ്പെടാൻ പറ്റാണ്ട് വരുന്നത്. പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗത്തെന്ന് പറയുമ്പോ ഈ 2 പ്രൊട്ടക്ഷൻസിൽ 2 പേര് വരും. അവർക്കൊരു പരിമിതി ഉണ്ടല്ലോ. പിന്നെ ഈ വണ്ടി ഓടിച്ചു അവർക്ക് ഇവര് നിലവിൽ ചെയ്യേണ്ടത്, അതിന്റെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു കമ്മിറ്റി നടന്നു മലയാറ്റൂർ കമ്മിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, മലയാറ്റൂരിൽ നിന്നൊരു വണ്ടി അവര് വന്നത് നേരെ കുറുപ്പുംപടിക്ക് വന്ന്, കുറുപ്പടിക്ക് കോട്ടപ്പടി വന്ന് ഈ റബ്ബറൈസ്ഡ് റോഡ് മാത്രമേ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ഫോറസ്റ്റിന്റെ അതിരുകളുടെ വഴിയുണ്ട്, അതിലൂടെ പോകുന്നില്ല, അതിലെ പോകൂല. അപ്പൊ ആ വഴി തെളിച്ച് ആ ഫോറസ്റ്റിന്റെ അതിരുകൾ തന്നെ പോണവര്. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. ആ വണ്ടികളിൽ അന്നേരം നല്ല വണ്ടിയല്ലേ അവര് പറഞ്ഞത്. ഈ ഉൾപ്പുള്ള റബ്ബറിന്റെ ഏറം വരെ ആന തിന്നാണ്. കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇല പറിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്. നമ്മളെ ആള് ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരിക. പിന്നെ ആന നമ്മളെ ഉപദ്രവിക്കില്ലേ? അവിടെയാണ് കുഴപ്പം. അവിടെ ഈ കനാലിലേക്ക് ഒരു കുഞ്ഞ് ഇതുപോലെ വന്ന് ചാടിയിട്ട് ആനക്കൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ആന ഈ കുഞ്ഞ് ഇതിൽ കയറി വരുന്നവരെ അവിടെ നോക്കി നിന്നോളൂ. ആന ഇറങ്ങാൻ നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓടിക്കല്ലാണ്ട് രക്ഷയില്ലല്ലോ. റബ്ബറൊക്കെ നല്ലോണം തിന്നുണ്ട് ആന, ഒരു രക്ഷയില്ല. ഞാൻ കുട്ടികളിലേക്ക് പോവാണ്. നേരത്തെ ആദ്യ ഘട്ടത്തില് പ്രത്യേകിച്ച് കുട്ടികൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം ടെൻഷനിലൂടെ കടന്നു പോകുന്നെന്ന് പറഞ്ഞിരുന്നു. കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതികരണം. കൂട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ കേൾക്കാറുണ്ട്, അവർക്ക് മര്യാദയ്ക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്ന്, അവിടെ നിറച്ച ആനശല്യൊക്കെയാണെന്ന് കൂട്ടുകാരെല്ലാവരും പറയാറുണ്ട് ക്ലാസ്സിൽ വരുമ്പോ. അവരുടെ മനസ്സിലൊക്കെ ഒരു പേടിയുണ്ട് അല്ലെ? ആ, പേടിയുണ്ട്. പഠിക്കാനൊന്നും നേരെപ്പാട് പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം പ്രത്യേകിച്ച് വീട്ടില് പേരൻസ് ഒക്കെ ഇത്തരത്തിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ടോ? കൂട്ടുകാരൊക്കെ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പം അവര് താമസിച്ചൊക്കെ വരുമ്പോ ഒരു പേടിയുണ്ട് മനസ്സിലല്ലേ? ഓക്കെ, ഞാൻ സിസ്റ്റേഴ്സിലേക്ക് ഒന്ന് വരികയാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു പൾസ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് സന്യസ്തര്. അവരുടെ വിഷമങ്ങളൊക്കെ പലപ്പോഴും സന്യസ്തരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എത്രത്തോളം ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ ഭാഗത്തെ ഒരു ജനങ്ങൾ കടന്നു പോകുന്നത്? ഇവർ പങ്കുവയ്ക്കുന്ന ഒരു വിഷമങ്ങൾ എന്തൊക്കെയാണ് സിസ്റ്റേഴ്സ്? നമ്മൾ ഒത്തിരി പേരെ കേൾക്കാറുണ്ട്.
അപ്പൊ അവരുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ്ലി അവർക്ക് ഭയം, വല്ലാത്തൊരു ഭയം അവരെ അകറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാല് കുട്ടികളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക സുസ്ഥിരത, ഈ മേഖലകളിലെല്ലാം പിന്നെ ഒരു ഡെവലപ്മെന്റ് ഇല്ലല്ലോ. എല്ലാം അടഞ്ഞടഞ്ഞു പോവാണ്. അപ്പോ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് അവര് ഇപ്പം കൃഷിയാണെങ്കിൽ കൃഷി മുഴുവൻ നശിച്ചു പോകുന്നു. ഈവൻ ഒരു വാഴ പോലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരല്ലേ, അവർക്ക് ഒരു വല്ലാത്തൊരു ഭയവും നാളെ കുറിച്ച് ഓർക്കുമ്പോൾ ആകുലതയും ഉത്കണ്ഠകളും ഒരുപാട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നമ്മൾ കുട്ടികളിൽ നിന്നാണെങ്കിലും കേൾക്കാറുണ്ട്. അതായത് ദിവസങ്ങൾ ഇപ്പൊ പള്ളിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികളോട്. ആ സമയങ്ങളിൽ പിന്നെ ആനയുടെ ശല്യം കാരണം സിസ്റ്റർ ഇന്നലെ കിടന്നുറങ്ങാൻ പറ്റിയില്ല, പിന്നെ എന്നാ ഇങ്ങനെ കാവലിരിക്കുകയായിരുന്നു. അതുപോലെ ചേച്ചിമാരിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട് പല ദിവസങ്ങളിലും ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അവര് ഉറങ്ങണമെന്ന് വിചാരിച്ച് 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങിയേക്കാന്ന് വിചാരിക്കുമ്പോഴും ഈ ആനകളുടെ ശല്യം മൂലം അവര് വീടുകളിൽ കാവലിരുന്നാണ് ഓരോ ദിവസവും ഇതിനെ അഭിമുഖീകരിക്കുന്നത്. അവരുടെ പഠനത്തെയൊക്കെ രൂക്ഷമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ? കുട്ടികളുടെ പഠനങ്ങളെ വളരെയധികം രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. ഇത് അവർക്ക് പഠിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ മറ്റ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ നേരത്തെയൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് കാര്യത്തിനും മുൻപോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യങ്ങൾ ഇടവയ്ക്കുണ്ടായിരുന്നു. ഇപ്പൊ വരുന്നില്ലെന്നല്ല, ഈ ഒരു ഇങ്ങനെയുള്ള വന്യമൃഗ ശല്യം മൂലം കുട്ടികൾ ഒരുപാട് ക്ലേശിക്കുന്നുണ്ട്. എൻ്റെ വീട് വടക്കമാകത്ത് ആണ്. പേര് കുര്യാച്ചൻ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ കോട്ടപ്പാറ വനങ്ങളിൽ ഇടയ്ക്ക് ആന എല്ലാ വർഷവും വരാറുണ്ടായിരുന്നു. ആ സീസണിൽ കയറി വന്നു ആന. അത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പുഴയിലേക്ക് ഇറങ്ങി പോകും, ആ പോത്തുപാറ സൈഡിലേക്ക് കയറി പോകും. ഇത് എല്ലാ കൊല്ലവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് അവർ ആദ്യമേ ആന അവിടെ കയറി കഴിയുമ്പോൾ ആനയെ ഓടിച്ച് അങ്ങോട്ട് കളയാണ്ട് ആദ്യം നമ്മുടെ വനത്തിൽ മറ്റേ പുഴയറമ്പിൽ മുഴുവനും സോളാർ ഉണർന്നിട്ടു കഴിയുമ്പോൾ ആനയ്ക്ക് ഒരു കാരണവശാലും അപ്പുറത്തേക്ക് കിടന്നു പോകാൻ ഉള്ള സ്ഥിതി വന്നു. ആന ഇവിടെ താവളായി, ഇവിടെ വേണ്ടത് തീറ്റയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു കുറെ കാലങ്ങൾ അങ്ങനെ നിന്നോണ്ടിരുന്നു. ഇപ്പൊ അവിടുത്തെ ഈ വേനലും ഒക്കെ ആയി അവിടെ തീറ്റ ഒന്നും ഇല്ലാണ്ടായപ്പോ ആന നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നാടുകളിലേക്ക് ഇറങ്ങി വീഴുകയാണ്. അത് നമ്മുടെ ഇവിടെയുള്ള സോളാർ ഇട്ടേക്കണ എന്ന് വെച്ചാൽ വെറും കോടക്കമ്പി പോലുള്ള ചാനലിൻ്റെ അകത്തുകൊണ്ടാണ് ഈ സോളാർ ഇട്ടേക്കണേ. ഈ സോളാറ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് ആന പയ്യെ തള്ളികളെ ചുമ്മാ അല്ലെങ്കിൽ ഇവര് തന്നെ പൊട്ടിച്ച് കളയാ. എൻ്റെ അകത്ത് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഫോറസ്റ്റിൽ കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഈ നമ്മുടെ ഈ 3-ാം വാർഡിലും 4-ാം വാർഡിലും 1-ാം വാർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ. അവിടെ ഫോറസ്റ്റിൽ പോയി വിറകെടുക്കും, ചവറ് ഓടിക്കാൻ പോകും, അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ഒന്നും യാതൊരു ശല്യങ്ങളും ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ അയനിച്ചാലിൽ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, പേഴാട് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ വടക്കമ്പാത്ത് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ ക്വാർട്ടേഴ്സുകൾ വടക്കമ്പാത്തുള്ള ഒരു ക്വാർട്ടേഴ്സ് അല്ലാണ്ട് ബാക്കി ക്വാർട്ടേഴ്സുകളെല്ലാം നശിച്ചു നാരായണക്കല്ല് പിടിച്ചു പോയി. അവിടെ ഒന്നും ഒരു ഉദ്യോഗസ്ഥന്മാരും ഇല്ല. മറ്റേ ഈ ക്വാർട്ടേഴ്സുകളിലെല്ലാം 5-6 ഉദ്യോഗസ്ഥന്മാരും ഇത് ഉണ്ടായിരുന്നതാണ്. ഫോറസ്റ്റർ, ഗാർഡന്മാര്, വാച്ചർമാരൊക്കെ താമസിച്ചോണ്ടിരുന്നതാണ്. ഇതൊന്നുമില്ല. ഇപ്പൊ അവർ സുഖമായിട്ട് ഈ സർക്കാരിൽ നിന്ന് ശമ്പളം മേടിച്ച് അവിടെ അവിടെ മേക്കപ്പാലാണ് അവരുടെ. ഇവിടെ ഈ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോ ഈ രാത്രി ഒന്ന് ഒരു ഓന്തിയിട്ടിലും നമ്മുടെ മെമ്പർ പറഞ്ഞ ഉടനെ അവര് ഒരു ഹെലികോപ്റ്റർ അടിച്ചു കൊടുക്കണേ ഹെലികോപ്റ്ററിൽ അവർ വന്നു തന്നെയായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് പോകാൻ അവർക്ക്. ഈ ചുമ്മാ വെറുതെ ഇങ്ങനെ ഈ റോഡിൽ കൂടെ വന്ന ഒരു പടക്കം പിടിച്ചിട്ട് ഞാനും സന്തോഷമൊക്കെ ഒരു ദിവസം ഈ പോർഷന്മാരെ പിടിച്ച് റോഡിൽ നിർത്തുക, ഒരു ദിവസം മുഴുവനും ഞങ്ങൾ നിർത്തുക. അപ്പൊ ഇവര് എന്ന് വെച്ചാൽ ഈ ഒരു പ്രഹസനം പോലെ ഇത് കോടിക്കണക്കിന് രൂപ പറ്റി അടിച്ചു മാറ്റിയത്. ഒരു യാതൊന്നും ചെയ്യാണ്ട് കുറെ ഉദ്യോഗസ്ഥന്മാരിരുന്ന് ഇങ്ങനെ ചെയ്തിട്ട് അതായത് അവർക്ക് സുഖം. ഈ ആന വന്നുകൊണ്ട് ഒരാളും കൂപ്പിലേക്ക് കയറിയിട്ട് ഒരു സാധനം എടുക്കാൻ പോകില്ല. അവിടെ ഫോറസ്റ്റുകാരുടെ കാവലോ ഒരു ഇതും വേണ്ട. മറ്റേ ഈ ഫോറസ്റ്റിൽ നിന്ന് ചിലപ്പോ തടി വെട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാര് അതുപോലെ തന്നെ പല പരിപാടി ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ ഇതുമായിട്ട് ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഒരാൾ കയറാൻ പോകില്ല. അവർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഇത് ഉദ്യോഗസ്ഥന്മാര് ഒരു യാതൊരു ജോലിയില്ല, ഒന്നുമില്ല. ഈ സർക്കാർ മന്ത്രി ഇതൊന്നും അറിയണ്ടോന്ന് അറിയാൻ പാടില്ല. എന്റെ പേര് ജുവൽ എന്നാണ്. ഞാന് ആന ആക്രമണത്തിൽ നിന്ന് വളരെ രക്ഷപ്പെട്ടൊരു മനുഷ്യനാണ്. എനിക്കന്ന് കാലിന് മുറിവ് പറ്റി. ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുക എന്ന് പറഞ്ഞത് എനിക്ക് എന്റെ ഈ പേപ്പർ തന്നെ ഇവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടന്നുപോയത് ഈ ഒരാഴ്ച മുമ്പാണ്. അതുവരെ ഈ പേപ്പറുകൾ പെൻഡിങ്ങിലായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ പുറകെ നടന്നതിന് ശേഷം അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ രീതിയിൽ നമുക്ക് ഏകദേശം 3 മാസം ഞാൻ ഇരുന്നിട്ട്
എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഇവർ ഫോറസ്റ്റിൽ നിന്ന് ഫോർവേഡ് ചെയ്തേക്കുന്ന പേപ്പർ ജസ്റ്റ് അന്ന് ആക്രമിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നതും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്തുള്ള ആ ബില്ലുകൾ മാത്രമാണ് ഇവർ ഫോർവേഡ് ചെയ്തത്. ബാക്കി നമ്മൾ 3 മാസം ഇരുന്ന് 2 ദിവസം കൂടുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകണമായിരുന്നു. അപ്പൊ പോകുന്ന വണ്ടി കാശ് ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ ബില്ല് അതൊന്നും അവർ പരിഗണിച്ചിട്ടില്ല. ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നോടം വരെയുള്ള ബില്ലുകൾ മാത്രമാണ് അവർ എവിടെ വെച്ചായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്? എവിടെ വെച്ചായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടപ്പടിക്ക് വരുന്ന വഴിക്കാണ് മുട്ടത്താറ് സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആന എന്നെ ഓടിക്കുന്നത്. ജനവാസ മേഖല വെച്ച് തന്നെയാണ് ആക്രമണം? മെയിൻ റോഡിൽ വെച്ച്. ഇവിടുന്ന് നമ്മള് കുറുപ്പമ്പടി കൂട്ടികൾ റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ വരുന്ന ഫോറസ്റ്റുകാർ നമ്മൾ മെമ്പർ പറഞ്ഞു പ്രൊട്ടക്ഷന്റെ ആൾക്കാരാണ് വരുന്നത്. അവരും ശരിക്കും പറയാൻ മനുഷ്യരാണ്. ആകെ 2 പേരാണ് ഈ ആന ഓടിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ കയ്യിൽ ഈ പറഞ്ഞ കുണ്ടെന്ന് പറഞ്ഞ സാധനം അല്ലാണ്ട് വേറൊരു സംഭവമില്ല. അവരും ശരി ഒരു സൂപ്പർമാനോ അല്ലെങ്കിൽ പവറുള്ള ആൾക്കാരൊന്നുമില്ല. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ സർക്കാർ അനുവദിക്കണം. കാരണം ഒരു ആന തിരിഞ്ഞു വന്നാൽ അവർക്ക് ഓടുകാനല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഒരു സംവിധാനം അവർ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമാണ് സർക്കാരിന്റെ വിധാനങ്ങളിൽ. ഞാൻ ഈ പള്ളിയിലെ ശുശ്രൂഷയാണ്. അവര് 5 മണിക്ക് പോകാൻ വേണ്ടി പേടിച്ച പോലെ ആന വഴിക്ക് നിൽപ്പുണ്ടോ മോളെ കൊണ്ട് ലേറ്റ് അടുപ്പിച്ച് നോക്കും. വഴിക്കില്ല ഇങ്ങനെ പോരുള്ളൂ. പിന്നെ 8 മണി അടിക്കാനും 8 മണി അടിച്ചിട്ട് പോകുമ്പോഴോ. അപ്പൊ ഞാൻ അച്ഛനോട് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ അല്ല ക്രിസ്മസ് നേരത്തെ ഇറങ്ങും. കാരണം ആനനെ പിടിച്ചിട്ട് തന്നെയാണ്. ഒരു 5-6 വാർഡ് ആന ശല്യ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എന്റെ കുടിയിൽ ആന കയറി കപ്പയും വാഴയും ചെമ്പൊക്കെ കളഞ്ഞു. വലിയ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. 2022 ഇതിനൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇന്ന് ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി അവർ കാണുന്നത് ഒരു മൃഗത്തിന്റെ ജീവന്റെ വിലയാണ്. ആ കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യനെ ഒരു മൃഗം ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകള്, അയാളുടെ ബാക്കി വരുന്ന കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങള്, ഇതെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അയാളുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഈ കോട്ടപ്പടി പ്രദേശത്ത് കൂടുതലായിട്ടും കർഷകരാണുള്ളത്. അവരുടേതായ അവരുടെ സ്വർണം അവരത്രയും നാള് ഉണ്ടാക്കിയ അവരുടെ സമ്പാദ്യങ്ങള് അതുപോലെ ലോൺ എടുത്ത് അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ ഈ കൃഷി ഈ ആന അതുപോലെയുള്ള വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ അവിടെ തീരുകയാണ്. അവർക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അത് ഒന്ന് മറികടക്കാൻ വേണ്ടി അവര് കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും പൈസ കടമെടുക്കുന്നു. അങ്ങനെ അവർ വളരെ വൻ വിപത്തിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം നമുക്ക് കിട്ടണമെങ്കിൽ അധികാരികൾ കണ്ണു തുറന്നിരിക്കണം. മനുഷ്യ ജീവന്റെക്കാൾ വില മൃഗത്തിന് കൊടുക്കാതെ അവരെ കൊല്ലേണ്ടതാണെങ്കിൽ കൊന്നു തന്നെ ഇരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കള് റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പേടിയാണ്. ഒരാന വന്നാൽ നമുക്ക് ഒരുപക്ഷെ ഒന്ന് ഓടിയോ മാറിയോ നീങ്ങാം. പക്ഷെ ഒരു കടുവയോ പുലിയോ ആക്രമിക്കുന്ന ആ രംഗം ഒന്ന് മനസ്സിലേക്ക് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് റോട്ടിലേക്ക് ഇറക്കി വിടാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും കാര്യമായ രീതിയിൽ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ സംബന്ധിച്ച് അവരോട് നമ്മൾ പള്ളിയിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഞങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോകണം. കാരണം 5 മണിക്ക് ശേഷം പ്ലാമുടി അല്ലെങ്കിൽ മുട്ടത്തുപാറയിലേക്ക് ഒന്നും ഓട്ടോ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം വീട്ടിലെത്താനുള്ള അവർക്കൊരു ധൃതിയാണ്. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ അവരുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവിടെ ഈ പ്ലാമുടി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് രാത്രി എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് മരിക്കുകയേ നിവർത്തിയുള്ളൂ. കാരണം 5 മണിക്ക് ശേഷം ഒരു ഓട്ടോ പോലും ചെല്ലാത്തോടത്ത് ഒരു ടാക്സി വിളിച്ചാൽ വരാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അസുഖം വന്നാൽ പരമാവധി അവർ അവിടെ കിടന്ന് തന്നെ മരിക്കും. കേരളത്തിൽ ഏതാണ്ട് 7000-ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവർക്ക് എന്നതാ പണി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വന്യജീവികളുടെ സംരക്ഷകരും കരുതേണ്ടവരുമായവര് വനംവകുപ്പുകാരാണ്. പക്ഷെ അവരൊരിക്കലും അവരുടെ പണി ചെയ്യാനാ. അതായത് വന്യജീവി നാട്ടിലേക്ക് കയറിയാൽ അത് വന്യജീവിയുടെ അവകാശമാണ്, നാടിന്റെ സുരക്ഷിതത്വം, ഭയങ്കര ഡയലോഗുകൾ അടിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വിറവ് എടുക്കാൻ വേണ്ടി കാട്ടിൽ കയറിയാൽ അവന്റെ പേര് കേസെടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വന്യജീവികളെ വനാതിർത്തിക്കുള്ളിൽ നിർത്തേണ്ടത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു നിലപാട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ വന്യജീവികള് വനംവകുപ്പിന്റെ സ്വത്താണെങ്കിൽ ആ സ്വത്ത് അവരുടെ പരിധിക്കുള്ളിൽ നിർത്തേണ്ടതായിട്ടൊരു അവകാശമുണ്ട്. നമ്മുടെ വീട്ടിലൊരു പട്ടി അപ്പുറത്തവന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയാല് ആ പട്ടീനെ നമ്മൾ ഇവിടെ നിയന്ത്രിക്കാനുള്ള നമുക്ക് ഉത്തരവാദിത്വം ഉള്ളതുപോലെ അവിടെ നിന്ന് വരുന്ന അത് ആനയായിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, കുരങ്ങായിക്കോട്ടെ, മയിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ സാധനത്തിനെ അവിടെ നിർത്താതെ മറ്റുള്ളവരുടെ പറമ്പിലേക്ക് കയറാൻ വേണ്ടി വിടുന്നത്
വനം വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പോലും പറയാൻ, അതായത് വിവരാകാശം ചോദിച്ചു നോക്കിക്കോ, ഈ വന്യജീവികള് നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാനുള്ള അല്ലെങ്കിൽ തുരത്തി ഓടിക്കാനുള്ള അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാ പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികളെ വനത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിർത്താനായിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. ആ രീതിയിലുള്ള പരിശീലനവും ആ രീതിയിലുള്ള ഉപകരണങ്ങളും അവർക്ക് കൊടുക്കണം. ഈ രണ്ട് പടക്കം കൊണ്ടൊന്നും പരിഹാരമാവില്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്ക് തിരിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ യൂത്തിന്റെ ഒരു പ്രതികരണം തേടുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഈ നാട് വിട്ടു പോകുന്നു എന്ന് പലരും ഒരു ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാടിന്റെ ഒരു പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നാടിന്റെ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ആശങ്ക ഈ നമ്മുടെ സമൂഹത്തിനിടയിലുള്ള യൂത്ത് ആയിട്ടുള്ളവരൊന്ന് പ്രതികരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്റെ പേര് ജോയൽ എന്നാണ്. ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നേരിട്ട് ആനയുടെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കല്ലുമല പ്രദേശത്താണ് എന്റെ അമ്മ വീട്. അപ്പൊ നേരത്തെ എന്റെ അപ്പാപ്പനമ്മയോടൊപ്പം ഒരുപാട് നാള് ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത്. ഇന്ന് ഞാൻ കാറ്റീസം പഠിപ്പിക്കുന്ന ഒരു നാലില് ഒരു കുട്ടി, ഞാൻ ആ താമസിച്ചിരുന്ന വീടിന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ താമസിക്കുന്നത്. ഇന്ന് ഞാൻ കുട്ടിയോട് ചോദിച്ചു, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു റാലി ഉണ്ടായിരുന്നു, കുട്ടി പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തമാശ രൂപേണയാണെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ആന രാവിലെ വന്ന് ഇവാനിക്ക് ഇങ്ങനെ എന്താ പറയാ, അവരുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇങ്ങനെ കൈ നീട്ടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരുടെ പറമ്പിക്കൂടൊക്കെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഇവിടെയുള്ളവർക്ക് ഇതിന്റെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചൊരു കാര്യമാണ്, മൃഗങ്ങളുടെ സ്ഥലം നമ്മൾ കയ്യേറി, അല്ലെങ്കിൽ നമ്മൾ അതിനെ കയ്യേറി അവിടെ വീട് വെച്ചു, അതുകൊണ്ടല്ലേ ഈ മൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന്. ഞാൻ അവനോട് ചോദിച്ചൊരു ഒറ്റ കാര്യമുള്ളൂ, എടാ മനുഷ്യ ജീവനാണോ മൃഗങ്ങളുടെ ജീവനാണോ ഏറ്റവും വലുത്? ഒറ്റ കാര്യം ചോദിച്ചോളൂ. അപ്പോ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ ഇന്നാള് നമ്മുടെ മേക്കപ്പാൽ അതിർത്തിയില് ഒരാന മാത്രമല്ല ഒരുപാട് ആനകൾ ഒരുമിച്ച് പോകുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പലർക്കും, അല്ലെങ്കിൽ ദൂരമുള്ളവർക്കൊക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു ചിന്തയാണ്, ഒരുപാട് ആനകളുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എന്താണ് ഒരു പ്രത്യേകമുള്ള ഒരു ആൻസൈറ്റിയോട് കൂടിയാണ് അവരത് കാണുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റും എത്രത്തോളം ബുദ്ധിമുട്ടിയാണോ ഓരോരുത്തർ ജീവിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പ്രദേശത്ത് ഇപ്പോ നമുക്ക് പണ്ട് പാതിര കുർബാന ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് എനിക്ക് മുമ്പുണ്ടായിരുന്ന അച്ഛനൊക്കെ പറഞ്ഞു, ആ സമയത്ത് നമുക്ക് പാതിര കുർബാന നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരണം. ഒരിടയ്ക്ക് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില് ഒരു സമയത്ത് ഏകദേശം നേരത്തെ തന്നെ കുർബാനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ടും നമ്മുടെ അവസ്ഥ കൊണ്ട് അതിൽ നിന്ന് പിൻപോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം കുർബാന ഒരിക്കലും നമുക്ക് 12 മണി കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ജീവനോടുകൂടി വീട്ടിൽ ചെല്ലുമെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ അപകടകരമായുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നാട്ടിലെ കുട്ടികൾക്ക് അവര് ഇവിടെ നിൽക്കാതെ പുറത്തോട്ട് പോകുന്നതിനെ ഒരു രീതിയിലും നമുക്ക് അവരെന്താ പറയാ പോകരുതെന്നോ അല്ലെങ്കിൽ അവരോട് പറയാനേ സാധിക്കില്ല. കാരണം ഇവിടെ ജീവിച്ചുകൊണ്ട് എത്ര നാള് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നറിയില്ല. അവരൊരു പക്ഷെ ഇവിടുന്ന് തന്നെ മാറി വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ടൗൺ പ്രദേശങ്ങളിലേക്ക്. നമുക്ക് ഈ ഒരു മേഖലയിലുള്ളവർക്ക് മാത്രമാണ് പലപ്പോഴും ഇതിന്റെ അവസ്ഥ അറിയുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ രൂപതയുടെ ആ ഒരു റാലി നടന്നപ്പോ ഇത് ഇത്തിരി പോലും അഫക്ട് ചെയ്യാത്ത ഏരിയാസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് പോലും വളരെ കൃത്യമായിട്ട് ആളുകളെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. മറ്റ് യൂത്ത് ആയിട്ടുള്ളവർ കൂടി ഒന്ന് പെട്ടെന്ന് പ്രതികരിക്കാം. നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എൻ്റെ പേര് ലിത എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്നത് നാഗഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒത്തിരി വന്യജീവിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞൊരു, അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് പങ്കുവച്ചൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവൾ ഏകദേശം ഇവിടെ പ്ലാമുടി ആ ഒരു ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അവളെ ഇവിടെ വെച്ച് കോട്ടപ്പടിയിൽ വെച്ച് കണ്ടപ്പോഴാണ്, ഇങ്ങനെ സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത് അവളുടെ അടുത്ത് എന്തുകൊണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, എടി ഞാനിപ്പോൾ ജോലി ചെയ്യാണ്, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ കോതമംഗലത്താണെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് അതിനേക്കാൾ നല്ലൊരു ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ വന്നായിരുന്നു ഇവിടെ എറണാകുളത്ത്. അവള് ഗ്രാജുവേറ്റഡ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. എന്നിട്ടും അവള് എന്തുകൊണ്ടാണ് കോതമംഗലത്ത് ചെറിയൊരു തുച്ഛമായിട്ടുള്ളൊരു വേതനത്തിൽ ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടി രാവിലെ എനിക്ക് എണീറ്റ് എറണാകുളം പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആനേനെ കണ്ടു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അവിടെ വരെ പോയിട്ട് ജോലി ചെയ്ത് റിട്ടേൺ വരുമ്പോൾ ഏകദേശം ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പേടിയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന വഴികളിലൊന്നും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവളൊരു റെമഡി കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പ്ലാമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അവൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാ കാര്യങ്ങളും അവിടുന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്ത് ഇവിടെ കോട്ടപ്പടിയിൽ റെന്റ് എടുത്ത്
ഒരു വീട് റെന്റ് എടുത്താണ് അവള് താമസിക്കുന്നത്. അപ്പൊ അവളിപ്പോ ഓൾറെഡി കോതമംഗലത്ത് പോയിട്ട് ആ ഒരു തുച്ഛമായിട്ടുള്ള ഒരു വേതനത്തിന് അവള് ജോലി ചെയ്യുന്ന അവളുടെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ സാധാ കൂലിപ്പണിക്കാരാണ്. ഒത്തിരി ഇങ്ങനെ വലിയ വലിയ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ഒന്നിലും വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കുടുംബത്തിന് അവൾക്കിടയിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെന്റ് അടയ്ക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് ഇതൊന്നും പറഞ്ഞൂടെ ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ അധികാരികളുടെ അടുത്ത് സംസാരിച്ചൂടെ? നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലടി എന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. എന്നെ പോലെ തന്നെ എനിക്കിപ്പോ ഏകദേശം 25 വയസ്സായിട്ടുണ്ട്. അപ്പൊ എന്നെ പോലെ തന്നെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ അവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ആ ഒരു അവസരം കിട്ടുന്നില്ല. ഏകദേശം നമ്മൾ അതിലേക്കൊന്നും ചെന്ന് എത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ഞാൻ ഏകദേശം കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഇവിടെ കുറെ ജനപ്രതിനിധികളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞതിൽ പിന്നെ ഇവിടെ കുറച്ച് യോഗങ്ങളൊക്കെ കൂടിയ സമയത്ത് എന്താണ് പർട്ടിക്കുലർ ആയിട്ടുള്ള യോഗം ഞാൻ പറയുന്നില്ല. ആ ഒരു യോഗം കൂടിയ സമയത്ത് ഞാൻ ഈ പറയുന്ന എന്നും എല്ലാ തവണ എല്ലാ വർഷങ്ങളും യോഗം കൂടുമ്പോൾ അവർ കൊടുക്കുന്നതാണ് വന്യജീവികൾക്ക് അവര് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് റെമഡിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കുറെ ആൾക്കാർ വട്ടം കൂടിയിരിക്കും, അതിന് വേണ്ടിയിട്ട് റെമഡീസ് എഴുതി കൊടുക്കുന്നു, പോരുന്നു. ആദ്യത്തെ വർഷം അത് തീർന്നു. രണ്ടാമത്തെ വർഷം അത് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമോ ഒന്നും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴാണ് ഞാൻ അത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഞാൻ ആ ഒരു സ്ഥലത്ത് ഒത്തിരി നിന്ന് അറിയുന്ന ഇതല്ലായിരുന്നു. പക്ഷെ ഇവളുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ വർഷം ഇങ്ങനെ തന്നെ എന്നെ വിളിച്ചു, ഞാൻ പോയി സംസാരിച്ചു. പക്ഷെ അത് അവിടെ തീർന്നു. അല്ലാതെ ഇതിനനുസരിച്ച് ഒരു റെമഡി കാണാനോ അല്ലാതെ ഒന്നിനും ഇവര് ഇതായിട്ടില്ല. അപ്പൊ ഒരു യൂത്ത് എന്നുള്ളൊരു നിലയിൽ, കാരണം ഞാനൊരു വിദ്യാർത്ഥിനിയാണ്, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ കൂട്ടുകാരികൾ എനിക്ക് അവിടെ ഉണ്ട്. അവര് ഓൾറെഡി ഇപ്പൊ കുറെ പേരൊക്കെ പുറത്തു പോയിട്ടുള്ളവരാണ്. കാരണം അവൾക്ക് പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, പുറത്തു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. 25 ലക്ഷമോ അല്ലെങ്കിൽ 30 ലക്ഷം മുടക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള കുടുംബക്കാരാണെങ്കിൽ അവർ നേരത്തെ വിട്ടേനെ. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോ മനുഷ്യ ജീവനാണോ അതോ അത് ഈ പറയുന്ന വന്യജീവികൾക്കുള്ള ആ ഒരു അവരുടെ ജീവനാണോ വില എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് സർക്കാർക്കുള്ളതും അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ. കാരണം നമ്മളിപ്പം പറയും കുറെ പ്രതിഷേധങ്ങൾ നടത്തി കുറെ കാര്യങ്ങൾ നടത്തി എന്നൊക്കെ പറയും. പക്ഷെ അതെല്ലാം എഫക്റ്റീവ് ആണ്. പക്ഷെ അവരും കൂടി കണ്ണു തുറക്കണം. ഈ അധികാരികൾ കൂടി കണ്ണു തുറന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു യൂത്ത് നമുക്ക് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പറ്റുമെന്ന് ആ ഒരു രീതിക്കകത്തല്ല ഞാൻ പറയുന്നത്. എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ അധികാരികൾ കൂടി കണ്ണു തുറക്കണം, കാര്യങ്ങൾ അതിന് മുറയ്ക്കായിട്ട് നടക്കണം എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. വ്യക്തമാണ്. ഞാൻ പെട്ടെന്ന് അതിഥികളിലേക്ക് പോകാം. അച്ഛാ, പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ചർച്ച അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു നാട്ടിലൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരാൾ വന്നിട്ട് ഒരു വെടിവെപ്പ് നടത്തുന്നു. അപ്പൊ ആ വ്യക്തിയെ മാറ്റാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. NST കമാൻഡോസിനെ വരെ ഇറക്കി പ്രവർത്തിക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ നിന്നും വരുന്ന ഈ കാട്ടാനകളും കടുവയൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യനെ കൊന്നെടുക്കുന്നു. പക്ഷെ അവിടെയൊന്നും ഈ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് പല സൊല്യൂഷൻസിന് ഇപ്പൊ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം, അതൊക്കെ ഏത് കാലത്ത് നടക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു ഷോർട്ട് ടൈം സൊല്യൂഷൻ, ലോങ് ടൈം സൊല്യൂഷൻ, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ അകത്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അച്ഛന്റെ നിരീക്ഷണത്തിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നിയമങ്ങളൊന്നും മാറ്റി എഴുതാതെ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ശല്യക്കാരായ ജീവികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഉത്തരവിടാൻ RDOയ്ക്ക് ശരിക്കും നമ്മുടെ നിയമ സംവിധാനം അനുവാദം നൽകുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 135F പ്രകാരം നാട്ടിലിറങ്ങുന്ന ശല്യം ഉണ്ടാക്കുന്ന അത് മൃഗമായാലും മനുഷ്യനായാലും അത് എന്ത് സാധനമായാലും അതിനെ ഇല്ലായ്മ ചെയ്യാനോ അവിടെ മാറ്റിക്കളയാനോ ഉള്ള അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പേടിയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാരെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് സംബന്ധിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി തീവ്രവാദികള് പ്രചരിപ്പിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറ്റ ഭൂമികളാണ് എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിച്ച് കഴിയും പെട്ടെന്ന് അടി വരുന്ന കമന്റ് ഇതാണ്: നിങ്ങൾ കാട് കയ്യേറിയതല്ലേ, വന്യജീവികളുടെ വീടല്ലേ അത് എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ കമന്റ് അടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇവരെങ്ങനെയൊക്കെ പറയുക. ഈ മലയോര മേഖലകളിലേക്ക് ആളുകള് കുടിയേറിയത് സർക്കാർ തന്നെ ആളുകളെ പറഞ്ഞു വിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ടാണ് ആളുകളെല്ലാം ഈ പ്രദേശത്തേക്കൊക്കെ കുടിയേറിയത്. 1920കളുടെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കുടിയേറ്റങ്ങള്
ഹൈറേഞ്ച് മേഖലയിലേക്ക്, മലബാർ മേഖലയിലേക്ക് നടന്നത് ശരിക്കും സർക്കാരിന്റെ സ്പോൺസർഷിപ്പിലുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കറിയാം നാട്ടിൽ പട്ടിണി ഉണ്ടായപ്പോൾ പട്ടിണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്ത ആളുകളെ ഇപ്പൊ അവരെ വളരെ മോശക്കാരായിട്ട് കാണുന്ന ഒരു തെറ്റായ ഒരു ചിന്താധാര നമ്മുടെ മാധ്യമങ്ങളും ഈ പറയുന്ന പരിസ്ഥിതി തീവ്രവാദികളും ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാര് ചിലരെങ്കിലും ഒക്കെ അത് കാര്യങ്ങൾ അറിയാതെ ഏറ്റുപാടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാര് അവരുടെ പവർ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുമുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട്. 2017 കേരള ഹൈക്കോടതി നടത്തിയ ഒരു കേസിൽ ഹൈക്കോടതി പറഞ്ഞത് പഞ്ചായത്തുകൾക്കാണ് ഇതിന്റെ അധികാരം എന്നുള്ളതാണ്. പക്ഷെ പഞ്ചായത്തുകൾക്ക് അതിനുള്ള ഫണ്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, അധികാരമുള്ളവന് അതിന്റെ ഫണ്ടുമില്ല, ഫണ്ടുള്ളവരോട് ചെയ്യുമില്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനായിട്ട് കളിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഈ നിയമ സംവിധാനങ്ങള് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് വന്യജീവികൾ ഇത്രമാത്രം പെരുകുന്നത് അല്ലെങ്കിൽ എത്രമാത്രം നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരു 6 പേര് താമസിക്കുന്ന ഒരു വീടിന് ഏറ്റവും കുറഞ്ഞത് 420 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് പദ്ധതിക്കൊക്കെ 400 സ്ക്വയർ ഫീറ്റ് വീട് സർക്കാർ അനുവദിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പരിധിക്കുള്ളില് ഇത്ര ആൾക്കാർക്ക് താമസിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഈ കാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ആനകൾക്കും അല്ലെങ്കിൽ ഓരോ കടുവകൾക്ക്, സിംഹങ്ങൾക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വസിക്കുന്നതിന് ഒരു പ്രത്യേകമായ ടെറിട്ടറി വേണം. അതിന് താങ്ങാനാവാത്തത് എണ്ണം ഭയങ്കരമായിട്ട് പെരുകി. കേരളം മുഴുവൻ വനമാക്കി കഴിഞ്ഞാലും 500 ആനകൾക്കുള്ള സ്ഥലം ഇവിടെ ഉള്ളൂ. ഇപ്പോഴത് ഏതാണ്ട് 7000-ലധികം ആനകൾ ഇവിടെയുണ്ട്. ഈ ആനകൾ എങ്ങോട്ടാ പോകുന്നത്? നാട്ടിലേക്ക് ഇറക്കും. നമുക്ക് ഈ ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ണി കാണുന്നതിനെയൊക്കെ പിടിച്ച് വെടിവെക്കുക എന്നുള്ളതല്ല, ഈ വംശനാശ ഭീഷണി നേരിടാത്ത തരത്തില് ഈ വന്യജീവികളെ ഒരു പ്രത്യേക കാലഘട്ടത്തില് വേട്ടയാടാനുള്ള അനുവാദം കൊടുക്കണം. കള്ളിങ് എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. അപ്പൊ ഈ വന്യജീവികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിശ്ചിത കാലത്തേക്ക്, എല്ലാ ദിവസവും അല്ല, നിശ്ചിത കാലത്തേക്ക് ഇതിനായിട്ട് പരിശീലനം കിട്ടിയ ആളുകൾ ഇതിന്റെ എണ്ണം നിയന്ത്രിക്കുവാൻ ചെയ്യുന്ന രീതിയിലുള്ള വെടിവെച്ച് തന്നെ കൊന്നു കളയാനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് വേണം. അത് മാത്രമാണ് ഏറ്റവും ശാശ്വതമായ പരിഹാരം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ്. സർക്കാർ പറയുന്നത് ട്രെഞ്ച് താത്തിക്കോളാൻ പറയും. എന്താണെന്നറിയാവോ? വനഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് മണ്ണ് പോലും ഞങ്ങൾ തരികയില്ല. ഇവിടെയുള്ള കൃഷിക്കാരുടെ മണ്ണിൽ നിന്ന് കുഴി കുഴിച്ച് ട്രെഞ്ച് താത്തിക്കളാൻ പറയും. ആകെപ്പാടെ 1 ഏക്കർ ഉള്ളവന് 10 സെന്റ് ട്രെഞ്ചിനുമാരി മാറ്റി കളയാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവുന്നില്ല. അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ വനഭൂമിയിൽ ട്രെഞ്ച് താത്തുക. ട്രെഞ്ച് പരിഹാരമല്ലാത്ത സ്ഥലങ്ങളില് ആനമതിലായാലും അല്ലെങ്കിൽ എന്താ പറയുക റെയിൽ ഫെൻസിങ് ആയാലും അതുപോലെ മറ്റെന്ത് സംവിധാനമാണോ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏക പരിഹാര മാർഗം എന്ന് പറയുക. ഒരു കാര്യം അച്ഛൻ പറഞ്ഞതിനോട് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. നമ്മൾ ഈ പശ്ചിമഘട്ടത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ഒരു സർക്കാരിനെ തന്നെ മറിച്ചിട്ട ഒരു റിപ്പോർട്ടുണ്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറയുണ്ടായി മൃഗങ്ങളെ വെടിവെക്കുക തന്നെ ചെയ്യണം. അതിന്റെ ആ ഒരു ക്യാരി കപ്പാസിറ്റി കൺട്രോൾ ചെയ്യണമെന്ന് മാധവ് ഗാഡ്ഗിൽ പറയുണ്ടായിട്ടുണ്ട്. കാരണം അത്രയും അറിവുള്ള ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ സർക്കാർ ഇനി ഈ പറയുന്ന മൃഗങ്ങൾക്ക് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ കള്ളിങ് പോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു കിൽ ടു കൺസർവ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതെ അതെ അതെ. അപ്പം ശ്രീ സന്തോഷം, ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സൊല്യൂഷൻസ്, പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ പലരും പറയാറുണ്ട് ഈ വനത്തിൽ പണിക്ക് പോകുക. അതായത് ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും വനത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ജനങ്ങൾക്ക് ക്ഷമിക്കണം ഈ മൃഗങ്ങൾക്ക് ഈ കുടിക്കാൻ ഈ വെള്ളത്തിന്റെ ഒരു സ്രോതസ് കൃത്രിമമായിട്ടുള്ള കുളങ്ങളൊക്കെ നിർമ്മിക്കുന്നു. പക്ഷെ ഈ നാളുകളൊന്നും അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ പോലെ തന്നെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി തന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ ഈ ജനപ്രതിനിധികൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ മേഖലയിൽ? തൊഴിലുറപ്പിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് മാർക്കാണ് തൊഴിലുറപ്പിലെ ബോസിന്റെ കാര്യം. മറ്റേ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ 2 തൊഴിലുറപ്പുണ്ടല്ലോ. നമ്മുടെ തൊഴിലുറപ്പുകൊണ്ട് ശരിക്കും പറഞ്ഞ ഈ കോടതി പഞ്ചായത്തിന്റെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ മഴക്കുഴി കാടുവെട്ട് കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു വനസംരക്ഷണ സമിതി, അതിന് മറ്റേ ദേവൂർ പഞ്ചായത്തിന് വനസംരക്ഷണ സമിതി ഉണ്ട്, കോടതി പഞ്ചായത്തിന് മാത്രം വനസംരക്ഷണ സമിതി ഇല്ല. അത് അങ്ങനെ സമിതി ഉണ്ടായാൽ മാത്രമാണ് കുറെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിൽ നമ്മളിപ്പോ ഈ ആനപ്രശ്നം പറഞ്ഞാൽ അതിലും രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ വനത്തിന്റെ അതിലെ താമസിക്കുന്ന കുടിവെള്ളത്തിന്റെ ഒരു അവസ്ഥ ശരിക്കും നമ്മളത് നോക്കിയിട്ടില്ല.
വഴിയില്ല. ഈ വനത്തിന്റെ അതിരെ താമസിക്കുന്ന ആളുകൾ ഇപ്പൊ എന്റെ പൂക്കട്ട ഭാഗങ്ങളില് ശരിക്കും 2 വർഷം മുമ്പ് ഒരു 35 വയസ്സായ ഒരു പയ്യൻ മരിച്ചിട്ട് ഞങ്ങൾ ചുമന്ന കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ ഈ പള്ളിയിലാണ് നമ്മളെന്നാ പയ്യനെ അടക്കിയത്. അപ്പൊ അത്ര ഒരു അവസ്ഥ, ദയനീയ ഒരു അവസ്ഥ. വെള്ളം, കുടിവെള്ളം, വണ്ടിവെള്ളം എത്തൂല. അത് അവർക്ക് പിന്നെ വന്യമൃഗമല്ല പ്രശ്നം, ഈ കുടിവെള്ളവും ഈ വഴിയാണ് പ്രശ്നം. ആ വഴി വരെ ഞാൻ എന്നെ കൊണ്ട് പരമാവധി ശ്രമിച്ചു. പക്ഷെ പരിഹാരം എന്തായാലും തടസ്സമായിട്ട് അതിൽ നമ്മൾ അപേക്ഷിക്കുമ്പൊക്കെ പറയുന്നത് പരിവേശി പോർട്ട് മുഖേന ചെയ്യാനാണ് പറയുന്നത്. പരിവേശി പോർട്ട് മുഖേന നമ്മൾ നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല, നമുക്ക് സാധിച്ചിട്ടില്ല. അതെന്താണെന്നുള്ളത് നടന്നിട്ടില്ല. ഓക്കെ, അത് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിന്റെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. അതായത് വനമേഖലകളിലേക്ക് വഴി കടത്തിവിടാനായിട്ട് നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാര് അത് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല പ്രദേശങ്ങളിലേക്കും വഴി വെട്ടി കടന്നു പോകാനായിട്ട് കഴിയാത്തൊരവസ്ഥ, ഉള്ള വഴികൾ മെയിൻ്റെനൻസ് ചെയ്യാനാകാത്ത അവസ്ഥ. ഇങ്ങനെ ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേക ജനങ്ങളെ എങ്ങനെയൊക്കെ മാനസികമായിട്ടും മറ്റു തലത്തിലുമൊക്കെ ഉപദ്രവിക്കാവോ അതിന്റെ പരമാവധി ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ വനം വകുപ്പുകാർ പലപ്പോഴും ഉണ്ടല്ലോ, ഈ രാജാക്കന്മാരെ പോലെയാണ് പലപ്പോഴും അവർ പെരുമാറുക.